ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല. ഷിംജിത മുസ്തഫ ജയിൽ തന്നെ കഴിയണം, ജയിൽ തന്നെ തുടരുക. കോടതി വിധിച്ചിരിക്കുന്നു, ജാമ്യമില്ല. കോഴിക്കോട് അപമാനകരമായ അപകീർത്തികരമായിട്ടുള്ള വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായിട്ടുള്ള ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി. ആ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. ഷിംജിത ജയിലിൽ തന്നെ തുടരും, ജയിലിൽ തന്നെ കഴിയണം. ജയിലിൽ നിന്ന് ഇറങ്ങാമെന്ന മോഹവും വ്യാമോഹവും പാലിക്കപ്പെടുന്നു. അങ്ങനെ ഷിംജിത മുസ്തഫ ജയിൽ തന്നെ കഴിയുന്നു. കോഴിക്കോട് അപകീർത്തികരമായിട്ടുള്ള വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിൽ പ്രതിയായ ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. റിയാസ് KMR ചേരുന്നു വിവരങ്ങളുമായി. കോഴിക്കോട് കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ തള്ളിയത്. ഷിംജിതയ്ക്ക് ജാമ്യം നൽകാനാവില്ലെന്ന് 1ാം ക്ലാസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് വ്യക്തമാക്കുകയും ചെയ്തു. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിലാണ് ഷിംജിത. ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്കുൾപ്പെടെ പോലീസ് കേസെടുത്ത് പിന്നീട് അവരെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. ആ റിമാൻഡിനെ തുടർന്ന് ഷിംജിത മുസ്തഫ അവരുടെ അഭിഭാഷകൻ മുഖേന കോഴിക്കോട് കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ആ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം പരിഗണിച്ച കോടതി അത് വിശദമായ വാദം കേട്ട പരിഗണനയ്ക്കായി ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് കോടതി വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ ഷിംജിത മുസ്തഫ ഒരു അധ്യാപിക കൂടിയാണ്. അവർക്ക് നിയമവശങ്ങൾ പരിചയമുണ്ട്, പരിചയമില്ലാത്ത ഒരാളല്ല. സാധാരണ ഈ ഇത്തരം ഒരു ദുരനുഭവം അവർക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് അത് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് പകരം അത് നേരെ നിയമ നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. അത് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അവർക്ക് നിയമത്തെക്കുറിച്ച് അജ്ഞതയുള്ള ഒരാളാണ് എന്ന് കരുതുക വയ്യ എന്നുകൂടി കോടതി ഇന്ന് ഈ ഒരു വിധി വ്യക്തമാക്കും മുൻപ് വിധി പ്രസ്താവത്തിൽ പറയുകയും ചെയ്തു. എന്തായാലും ഇനിയിപ്പോൾ കോഴിക്കോട് കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന്റെ പശ്ചാത്തലത്തിൽ മേൽക്കോടതിയെ സമീപിക്കാനാണ് ഷിംജിത മുസ്തഫയുടെ അഭിഭാഷകന്റെ തീരുമാനം. ഷിംജിത മുസ്തഫ ഇനിയിപ്പോൾ ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. അതൊരുപക്ഷെ അടുത്ത ദിവസം തന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും റിമാൻഡിൽ കഴിയുകയാണ്. മഞ്ചേരി ജയിലിലാണ് ഷിംജിത മുസ്തഫ കഴിയുന്നത്. ജാമ്യം അപേക്ഷ തള്ളിയതോടുകൂടി ഷിംജിതയ്ക്ക് ഇനിയിപ്പോൾ മഞ്ചേരി ജയിലിൽ തന്നെ തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. മഞ്ചേരി ജയിലിൽ നിന്ന് ഇന്ന് പുറത്തിറങ്ങാമെന്നുള്ള മോഹം നടപ്പാവുന്നില്ല എന്ന് മാത്രമല്ല, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളിൽ ഉന്നയിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഷിംജിതയുടെ ഭാഗത്ത് നിന്നുള്ള വാദം എന്ന് പറഞ്ഞിരുന്നത് ഈ ദീപകിനെ നേരിട്ട് അറിയില്ല, വ്യക്തിപരമായിട്ട് യാതൊരു അടുപ്പവുമില്ല, ഒരു തരത്തിലുള്ള പ്രതികാരം ചെയ്യാനോ അങ്ങനെയുള്ള ഉദ്ദേശലക്ഷ്യങ്ങളൊന്നുമേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒട്ടും അറിയാത്ത ഒരു വ്യക്തി ആ വ്യക്തിയെ ആത്മഹത്യാ പ്രേരണയിലേക്ക് നയിച്ചു എന്ന് പറയാൻ കഴിയില്ല എന്നുള്ള വാദങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ആ വാദങ്ങളൊക്കെ പൂർണ്ണമായിട്ടും കോടതി തള്ളി എന്ന് വേണം മനസ്സിലാക്കാൻ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നാലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് അപകീർത്തികരമായിട്ടുള്ള വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായിട്ടുള്ള ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ജയിലിൽ കഴിയുക എന്നതാണ് കോടതി ഷിംജിതയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഷിംജിത വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് എന്നുള്ള വാദം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സ്വാഭാവികമായിട്ടും ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുമ്പോൾ മെൻസ് അസോസിയേഷൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ, മെൻസ് അസോസിയേഷൻ മാത്രമല്ല പൊതുസമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗം തന്നെ ഷിംജിത മുസ്തഫ തെറ്റുകാരിയാണ് എന്നുള്ളതിലേക്ക് ആ വാർത്തയോടൊപ്പം നിന്നിരുന്നു. എന്നാൽ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ സ്ത്രീകൾക്ക് പ്രതികരിക്കാനുള്ള എല്ലാ സാധ്യതകളെയും ഒരുമിച്ച് അടച്ചു കളയുന്ന രീതിയിൽ ഈ വിഷയത്തെ സമീപിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു ഭാഗത്ത് ചർച്ചകൾ നടക്കുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ ഷിംജിതയ്ക്ക് ജാമ്യമില്ല എന്ന് വ്യക്തമാവുന്നതിലൂടെ കോടതി വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ നിലപാടെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി
മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ നിയമപരമായിട്ടുള്ള അറിവുള്ള ഒരു വ്യക്തിയാവണം. അത് സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ് അധ്യാപകരെന്ന് പറയുന്നത്. ആ അധ്യാപകർ തന്നെ അത്തരത്തിലുള്ള വിവരം ഇല്ല, അത് അജ്ഞതയോട് കൂടിയിട്ട് പെരുമാറുന്നുവെങ്കിൽ അത് മാതൃകാപരമല്ല എന്നുള്ള നിലയ്ക്ക് അതിനെ കാണേണ്ടി വരും എന്നുള്ളതിന് സൂചനയായിട്ട് കൂടി ഇതിനെ നമ്മൾക്ക് വിലയിരുത്തേണ്ടി വരുന്നു. ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല എന്നുള്ള ഈ വാർത്ത സെഷൻസ് കോടതിയെ സമീപിക്കുമെന്ന് ഷിംജിതയുടെ അഭിഭാഷകൻ സൂചിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഈ ദീപകിൻ്റെ ആത്മഹത്യ ചെയ്ത ദീപകിൻ്റെ കുടുംബം വളരെ കർക്കശമായ രീതിയിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ള നിലപാട് എടുത്തിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉടനീളം സംസാരിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ എല്ലാ തരത്തിലുള്ള പിന്തുണയുമായി ഒപ്പമുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ കേസ് വളരെ വലിയ ഒരു നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങും. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ നിരാശയിലേക്ക് പോവുകയും നിയമയുദ്ധത്തിലേക്ക് ഇനി പോയിട്ട് എന്ത് കാര്യം, പോകാനുള്ള ഇത് ജീവൻ പോയില്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, മറിച്ച് കൃത്യമായിട്ട് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇല്ലാതാക്കപ്പെട്ടതിൽ നിയമപരമായിട്ട് നിയമത്തിൻ്റെ വഴിയെ തന്നെ മുന്നോട്ട് പോകുമെന്ന് ഉറച്ചു നിൽക്കുകയാണ് ദീപകിൻ്റെ കുടുംബം. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഷിംജിത മുസ്തഫയ്ക്ക് ഒരു തരത്തിലും ജാമ്യം ലഭിക്കരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികളോടുകൂടി നിയമപരമായിട്ടുള്ള നടപടികളിലേക്കൊക്കെ നീങ്ങിയത്. ഈ വിഷയത്തിൽ ഷിംജിതയുടെ അഭിഭാഷകനും തന്നാൽ കഴിയുന്ന രീതിയിൽ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുകയുണ്ടായി. ഇപ്പോൾ സെഷൻസ് കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്, അല്ലേ റിയാസ് കെ മാർ? തീർച്ചയായും ഷിംജിതയുടെ അഭിഭാഷകൻ വ്യക്തമാക്കുന്നത് ഇനി മേൽക്കോടതിയെ സമീപിക്കുമെന്നുള്ളത് തന്നെയാണ്. ഷിംജിതയ്ക്ക് മുൻപിലുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ മജിസ്ട്രേറ്റ് കോടതി ആദ്യം തുടക്കത്തിൽ സമീപിക്കുക എന്നുള്ളതാണ്. കാരണം അവരുടെ കേസ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ്. അവിടെ ഈ ജാമ്യാപേക്ഷ തള്ളപ്പെട്ട സാഹചര്യത്തിൽ ഇനി അടുത്ത സാധ്യത എന്ന് പറയുന്നത് ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. സാധാരണയായി ഇതിന്റെ സാമൂഹികപരമായ വൈകാരികതയൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നിയമപരമായി പരിശോധിക്കുമ്പോൾ ഇതൊരു ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. സ്വാഭാവികമായിട്ടും ഒരു മജിസ്ട്രേറ്റ് കോടതിക്ക് തന്നെ ജാമ്യം നൽകാവുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ കേസ് സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിഫലനം, അത് സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള വൈകാരികത, ചർച്ചാ വിഷയം, ഇതൊക്കെ പൊതുവെ വർത്തമാന കാലഘട്ടത്തിൽ കോടതികൾ പൊതുവെ പരിഗണിക്കാറുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇന്നിപ്പോൾ ഷിംജിതയ്ക്ക് ഈ ജാമ്യം നിഷേധിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണമായി നമുക്ക് നിയമവൃത്തങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ഇനിയിപ്പോൾ ഷിംജിതയ്ക്ക് മുൻപിലുള്ള സാധ്യത ഇവർ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും ആത്മഹത്യാ പ്രേരണ മാത്രം നിലനിൽക്കുന്ന ഒരു കേസാണ് ഇത് എന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിയമപരമായി തന്നെ ഇവർക്ക് ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം നേടിയെടുക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അപ്പോഴും ആ ജില്ലാ സെഷൻസ് ജഡ്ജിന്റെ വിവേചനാധികാരം കൂടി അതിൽ വലിയൊരു ഘടകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു കേസ് സമൂഹത്തിനുണ്ടാക്കിയിട്ടുള്ള ചർച്ചകൾ, അതുണ്ടാക്കിയിട്ടുള്ള പ്രതിഫലനം, അതൊക്കെ ഏറെ വലുതാണ്. കാരണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിൽ കോടതി തന്നെ നിരീക്ഷിച്ചതുപോലെ ഷിംജിത മുസ്തഫ ഒരു അധ്യാപികയാണ്, അതുകൊണ്ട് തന്നെ ഒരു ഗസ്റ്റ് അധ്യാപികയാണ്. അവരെ സംബന്ധിച്ച് നിയമപരമായി അജ്ഞയാണ് എന്ന് ഒരിക്കലും കോടതി കരുതുന്നില്ല എന്നാണ് ഈ കുന്നമംഗലം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഈ നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ഒരു സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് നേരെ ബസ്സുകളിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ ട്രെയിൻ യാത്രക്കിടയിലൊക്കെ ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ അത് കോടതി ഒരിക്കലും തള്ളിക്കളയുന്നില്ല. പക്ഷേ അത്തരം ഒരു വിഷയത്തിൽ മൊബൈൽ ഫോൺ ആയുധമല്ല എന്ന് പോലും കോടതി പറയുന്നില്ല. മൊബൈൽ ഫോണിൽ അത് വീഡിയോ വേണമെങ്കിൽ ചിത്രീകരിക്കാം. പക്ഷെ ആ ചിത്രീകരിക്കുന്ന വീഡിയോ ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് മാത്രം കൊണ്ടുപോകാനുള്ളതല്ല. അതിനപ്പുറത്തേക്ക് അതിന് നിയമപരമായ സാധുതകൾക്കുള്ള ഒരു ആയുധമായി ആ മൊബൈലിൽ ചിത്രീകരിക്കുന്ന വീഡിയോയെ മാറ്റണമെന്നൊരു വ്യാഖ്യാനം കൂടി ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണത്തെ വേണമെങ്കിൽ നമുക്ക് കാണാം, ആ രീതിയിലും കാണാം. കാരണം ഇത്തരത്തിൽ ഇനി നാളെ ഇപ്പോൾ ഒരു പെൺകുട്ടി ബസ്സിൽ നേരിടുന്ന ഒരു അതിക്രമം, ട്രെയിനിൽ നേരിടുന്ന ഒരു അതിക്രമം വീഡിയോയിൽ ചിത്രീകരിക്കുമ്പോൾ ദീപകിന്റെ എന്നപോലെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു നീക്കമാണെന്ന് പറഞ്ഞ് ഒരുപക്ഷെ സമൂഹ മനസാക്ഷി, പൊതുവെ നമുക്കറിയാം സമൂഹ മനസാക്ഷി പുരുഷ കേന്ദ്രീകൃത മനോഭാവത്തിന്റെ അങ്ങേയറ്റമുള്ള ഒരു മനസാക്ഷിയാണ് സമൂഹ മനസാക്ഷി എന്ന് പറയുന്നത്. അവർ അതിനെ തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത അതുകൂടി കോടതിയുടെ ഇന്നത്തെ ഒരു നിരീക്ഷണത്തിൽ വേണമെങ്കിൽ ആ സാധ്യത കൂടി ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം കോടതി അത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, വീഡിയോ ചിത്രീകരിച്ചതിൽ അല്ല കോടതി ഷിംജിത മുസ്തഫയുടെ ജാമ്യം നിഷേധിക്കുന്നതിന്റെ കാരണമായി പറയുന്നത്, മറിച്ച് ഈ ഇത്തരത്തിലൊരു ഗസ്റ്റ് അധ്യാപിക
ഷിംജിതയ്ക്ക് ഇങ്ങനെ ചിത്രീകരിച്ച വീഡിയോ അത് നിയമപരമായി നീങ്ങണമെന്നൊരു അറിവ് ഇല്ല എന്ന് കോടതി കരുതുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ നാളെ ഒരു വീഡിയോ ചിത്രീകരിച്ചാൽ പോലും അത് നിയമപരമായി കൊണ്ട് നീങ്ങിയിരുന്നെങ്കിൽ കൃത്യമായൊരു നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഇത്തരം ഒരു ഇരകൾക്കുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് അത്തരമൊരു സാധ്യത കൂടിയാണ് ഒരുപക്ഷെ ഷിംജിത മുസ്തഫ ഒരു സമൂഹ മാധ്യമ റീച്ചിന് വേണ്ടി എന്ന ആരോപണം ഉയരുന്നത് പോലെയാണ് അവർ ചെയ്തതെങ്കിൽ അവർ അത്തരം ഇരകൾക്കുള്ള നിയമപരമായ ഒരു സാധ്യത കൂടിയാണ് ഇല്ലാതാക്കുന്നത് എന്നുകൂടി വേണമെങ്കിൽ ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഷിംജിതയ്ക്ക് നിയമപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യം ജില്ലാ സെഷൻസ് കോടതി, മേൽക്കോടതി എന്ന രീതിയിൽ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് അടുത്ത ദിവസം തന്നെ അവരുടെ അഭിഭാഷകൻ സമീപിച്ചേക്കും എന്നുള്ള സൂചനകളും വരുന്നു. അങ്ങനെയെങ്കിൽ ഇനി ഷിംജിതയ്ക്ക് അടുത്ത ആശ്രയം ജില്ലാ കോടതി തന്നെയാണ്. ആശ്രയം ജില്ലാ കോടതിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അന്ന് ജാമ്യം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ അങ്ങനെ സമീപിച്ചാലും സമീപിച്ചില്ലെങ്കിലും ഇപ്പോൾ ഈ റിമാൻഡ് കാലാവധി എത്ര ദിവസം കൂടി ഉണ്ട്? ചോദ്യം വ്യക്തമല്ല. അതായത് വളച്ചുകെട്ടിയ മീത്തൽ ഷിംജിത മുസ്തഫ, വടകര കൈനാട്ടിയിലെ വളച്ചുകെട്ടിയ മീത്തൽ ഷിംജിത മുസ്തഫ എന്ന 35-കാരി മഞ്ചേരി ജയിലിൽ ആണ് ഇപ്പോൾ ഉള്ളത്. ആ ജയിലിൻ്റെ പ്രത്യേകത എന്താണ്? ആ ജയിൽ കോഴിക്കോട് നഗരത്തിൽ എത്ര ദൂരെയാണ്? അതേപോലെ തന്നെ ആ ജയിൽ ഒരു പ്രത്യേക ജയിലാണല്ലോ. അപ്പോൾ ഇനി എത്ര ദിവസം കൂടി അവിടെ കിടക്കേണ്ടി വരും? ഈ ഷിംജിതയെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. അതിൽ തന്നെ ഈ ഷിംജിതയുടെ റിമാൻഡ് കാലാവധി ഏകദേശം ഇനി ഒരാഴ്ചക്ക് അടുത്തുകൂടിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായൊരു തീയതി അത് പരിശോധിക്കപ്പെടണം. അവർ റിമാൻഡ് ചെയ്യപ്പെട്ട തീയതി പരിശോധിക്കപ്പെടണം. അതുകൂടി പരിശോധിച്ചാൽ മാത്രമാണ് എത്ര ദിവസം എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. അവരെ ഈ മഞ്ചേരി ജയിലിലേക്ക് മാറ്റാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഷിംജിതയ്ക്കെതിരെ വലിയൊരു സാമൂഹിക പരമായ രോഷം ഉയർന്നിരുന്നു. അന്ന് ഷിംജിതയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരുന്ന ദിവസം നമുക്ക് അറിയാം. കാരണം നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളിൽ ആ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ആളുകൾ തിങ്ങിക്കൂടിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നിലവിൽ ഈ ഷിംജിതയെ അന്ന് റിമാൻഡ് ചെയ്തത് ജനുവരി 21-നാണ്. ജനുവരി 21-ന് റിമാൻഡിലായ ഷിംജിത മുസ്തഫ സ്വാഭാവികമായും ഫെബ്രുവരി 2, 3 അല്ലെങ്കിൽ തീയതി വരെ മഞ്ചേരി ജയിലിൽ തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഈ ഷിംജിതയെ മഞ്ചേരി ജയിലിലേക്ക് മാറ്റുന്നത് ഷിംജിതയുടെ സുരക്ഷാ പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്താണ്. സ്വാഭാവികമായും പോലീസിന് ഈ ഷിംജിതയുടെ സുരക്ഷ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. നിയമപരമായ പ്രതിയാണ്, പ്രതിക്കും മനുഷ്യാവകാശമുണ്ട് എന്ന തരത്തിലുള്ളത് കൊണ്ട് തന്നെ പോലീസിന് അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് പോലീസിന്റെ നിയമപരമായ ആവശ്യം കൂടിയാണ്. അതുകൊണ്ടാണ് അവരെ അന്ന് മഞ്ചേരി ജയിലിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തി അഥവാ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സ്പർശിച്ചു എന്നുള്ള രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന് പിന്നാലെ ദീപക് എന്ന യുവാവ് ജീവനൊടുക്കിയ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായിട്ടുള്ള ഷിംജിതയുടെ ജാമ്യാപേക്ഷയിൽ വിധി വന്നിരിക്കുന്നു. ഷിംജിതയ്ക്ക് ജാമ്യം ഇല്ല, ജയിലിൽ തന്നെ തുടരണം. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ വിധി പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ വടകര കൈനാട്ടി വളച്ചുകെട്ടിയ മീത്തൽ ഷിംജിത മുസ്തഫ എന്ന 35-കാരിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന ഷിംജിതയ്ക്ക് ആ റിമാൻഡിൽ തന്നെ തുടരേണ്ടി വരും. ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുമെന്നാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ കേസന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ് എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് കോടതിയെ. പക്ഷേ ഷിംജിതയ്ക്കായിട്ട് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല. വീഡിയോ പോസ്റ്റ് ചെയ്ത ഫോൺ പോലീസ് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. മരിച്ച ഗോവിന്ദാപുരം കൊളങ്ങരക്കണ്ടി ദീപക്കിൻ്റെ അമ്മയുടെ പരാതിയിലാണ് യുവതിക്കെതിരെ ഈ ഷിംജിത മുസ്തഫയ്ക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷിംജിതയ്ക്കായിട്ട് നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. ഷിംജിത രാജ്യം വിട്ടേക്കുമെന്നുള്ള വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസ് അന്ന് ലുക്കൌട്ട് നോട്ടീസൊക്കെ പുറത്തിറക്കിയത്. 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന വകുപ്പാണ് ഷിംജിത മുസ്തഫയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. പയ്യന്നൂരിൽ സ്വകാര്യ ബസ്സിൽ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സ്പർശിച്ചു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഷിംജിത മുസ്തഫ ഇൻസ്റ്റഗ്രാമിൽ ദൃശ്യം
ദൃശ്യം പ്രചരിപ്പിച്ചതിന് തൊട്ട് പിന്നാലെയായിരുന്നു ദീപക് എന്ന യുവാവ് ജീവനൊടുക്കിയത്. ഷിഞ്ചിത പങ്കുവച്ച ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ദൈർഘ്യം കുറച്ചതായിട്ട് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ബസ്സിലെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുകയും ശേഖരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാം തുടർച്ച എന്നുള്ള നിലയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ വാർത്ത, ഈ കേസിൽ ഷിഞ്ചിതയ്ക്ക് ജാമ്യമില്ല, മഞ്ചേരി ജയിലിൽ കഴിയുക എന്ന് കോടതി സൂചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.